പമ്പയാറിന് കുറുകെ കുട്ടനാട്ടിലെ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം പാലത്തിന്റെ അപ്രോച്ച് റോഡ് പാലത്തിൽ നിന്ന് 4 അടിയോളം താഴ്ന്നു. പാലവും റോഡും ചേരുന്നിടത്ത് വൻ കുഴികളും രൂപം കൊണ്ടതോടെ യാത്രാ ദുരിതമേറി. ജനങ്ങളെയും വാഹനയാത്രക്കാരെയും വലയ്ക്കുന്നതാണ് ഇതുവഴിയുള്ള സഞ്ചാരം. കുട്ടനാട്ടിലെ നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ചമ്പക്കുളം പമ്പയാറിന് കുറുകെയുള്ള പാലം. 2019 ഉദ്ഘാടനം ചെയ്തത്. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ അപ്രോച്ച് റോഡ് 4 അടിയോളം താഴ്ന്നു. അപ്രോച്ച് റോഡിൽ നിന്ന് പാലത്തിലേക്ക് വാഹനങ്ങൾ കയറുന്നത് കുന്നുകയറുന്നത് പോലെയാണ്. പാലത്തിന്റെ അപ്രോച്ച് മൊത്തം താന്ന് കിടക്കുക. അത് കാരണം കയറാൻ പാടാ. ഒത്തിരി വണ്ടികൾ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. രാവിലെ വണ്ടി തള്ളി പോയത് ഭയങ്കര പാടാ പോയത്. അതെ. അപ്രോച്ച് റോഡിനും പാലത്തിനുമിടയിൽ വലിയ കുഴികൾ രൂപം കൊണ്ടതോടെ ഏതു നിമിഷവും അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറി. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ വിദേശികൾ വന്നിട്ട് അവരെല്ലാം പറഞ്ഞില്ല അവിടെ വീണു. ആ പുള്ളിക്കാരൻ കാലിനൊക്കെ ഭയങ്കര പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആശുപത്രി കൊണ്ടുപോയിരുന്നു. ഇവിടുന്ന് അത് പൊളിച്ച് മാറ്റി ഇതുപോലെ ഒരു പാലിൽ അങ്ങോട്ട് കുറച്ച് പണിതാലേ ഒരു സ്ലോപ്പ് ആക്കിയാലേ ശരിയാകത്തുള്ളൂ. ഇരുചക്ര വാഹനയാത്രക്കാരും ഓട്ടോറിക്ഷകളും ചെറുവാഹനങ്ങളുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ യാത്ര. അത് കുട്ടികളെ കൊണ്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പാട് വരുന്നത്. തന്നെയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. ഒരു കാർ പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ ഒന്ന് പോകാൻ തന്നെ പാടാണ്. എങ്ങനെയും ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി തന്നാൽ അത്രയും നല്ലതാണ്. ഒത്തിരി യാത്രകൾ പാലം ഇറക്കമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കണ്ട് വേണ്ടവരത് നോക്കി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പറയുകയാണ്. ഞങ്ങളൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടിയായത് കയറി ഇറക്കുക. ഇപ്പോൾ ഒരാളെ തന്നെ ഒന്ന് കയറ്റി ഇറക്കാനാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട്. ഒരാളെ ഒന്ന് പാസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ലിഫ്റ്റ് കൊടുക്കണമെങ്കിലോ ആരെങ്കിലും ഒന്ന് കയറിയാലും നമുക്ക് ഈ പാടത്തിൽ നിന്ന് ഇറക്കം പേടിക്കാം. നമുക്ക് രണ്ടുപേരും വീട്ടുകാരുടെ ആയാലും പോലും ഞങ്ങൾക്ക് പാലത്തെ കയറാൻ വലിയ ബുദ്ധിമുട്ട്. അപ്രോച്ച് റോഡിന്റെ തകർച്ച ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ സെമിത്തേരിക്കും ഭീഷണിയാണ്. പ്രദേശത്തെ 10ഓളം സ്കൂളുകളുടെ ബസ്സുകളും KSRTC ബസ്സുകളും കുട്ടനാട്ടിൽ നിന്നും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസുകളും കടന്നു പോകുന്നത് ഇതുവഴിയാണ്. പാലത്തിന് ഒരു സ്പാനോ കോസ്വേയോ നിർമ്മിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു.